കൊക്കോബോട്ട് ഏതൊരു തെങ്ങിന്റെ മുകളിലും നമുക്ക് ഒരു 5 സെക്കൻഡ് കൊണ്ട് ഒരു സ്വിച്ച് അമർത്തിയിട്ടുണ്ടെങ്കിൽ തെങ്ങിന്റെ മുകളിൽ ഫിക്സ് ആവും. കൊക്കോബോട്ട് എക്സ്ട്രീം ഫെയിലസ് ആയിരുന്നു. ഞാനത് നിർത്തിപ്പോയാലെന്ന് വരെ ആലോചിച്ച മൊമെന്റ്സ് ഉണ്ട്. കാരണം തേങ്ങയില്ലാതെ ഒരു ജീവിതം മലയാളിക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്നാൽ തെങ്ങിൽ കയറാൻ കേരളത്തിൽ ആളെ കിട്ടാനില്ല താനും. അങ്ങനെയുള്ള ഒരു സമയത്താണ് അശ്വിന് ആ ഐഡിയ തോന്നിയത്, തെങ്ങ് കയറുന്ന ഒരു റോബോട്ട്. ഈ ഐഡിയ പലർക്കും തോന്നിക്കാണും, പക്ഷേ ഐഡിയകളെ റിയാലിറ്റി ആക്കുന്നതിലാണ് ശരിക്കുള്ള മിടുക്ക്. അങ്ങനെ ആ മനസ്സിൽ തോന്നിയ ആശയത്തിനെ ഒരു റിയൽ പ്രോഡക്റ്റ് ആക്കിയ മിടുമിടുക്കനായ ഒരു യുവ പ്രതിഭയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. കൊക്കോബോട്ട് എന്ന റോബോട്ടിനെ ഒരു യാഥാർത്ഥ്യമാക്കിയ അശ്വിൻ പി കൃഷ്ണയാണ് നമ്മോടൊപ്പം ഡ്രീം മലയാളം പോഡ്കാസ്റ്റിൽ ഇന്ന് ചേരുന്നത്. ആൾട്രസേജ് ഇന്നോവേഷൻസ് എന്ന ടെക്നോളജി സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടറാണ് അശ്വിൻ. കേരളത്തിൽ നിന്നും ഒരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് ലോകത്തിന് നൽകിയ അശ്വിൻ്റെ ഇതുവരെയുള്ള സംരംഭ യാത്രയെക്കുറിച്ചും കൊക്കോബോട്ടിൻ്റെ രസകരമായ ഉത്ഭവകഥയെക്കുറിച്ചും അറിയാൻ നമുക്ക് സംഭാഷണത്തിലേക്ക് കടക്കാം. അതിനു മുൻപ് ഒരു ചെറിയ അഭ്യർത്ഥന. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ എനിക്കൊരു പ്രചോദനമായിരിക്കും. ഓക്കെ, അപ്പോൾ അശ്വിൻ്റെ അടുത്തേക്ക് ചെല്ലാം. അശ്വിൻ, ഡ്രീം മലയാളം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? താങ്ക് യു. നല്ലതായി പോകുന്നു. അവിടെ ഇപ്പൊ വെളുപ്പാന്ന് തോന്നുന്നല്ലേ? 6 മണി 6:30. ഇവിടെ ഇപ്പം 6:30 കഴിഞ്ഞു. അവിടെ 4 മണി അല്ലേ? 4 മണി. അതെ. വൈകുന്നേരം ചായ ഒക്കെ കുടിച്ചോ? ചായ കുടിക്കാൻ പോണം. ഇത് കഴിഞ്ഞിട്ട് വെള്ളം തുടങ്ങാന്ന് വിചാരിച്ചാ. ഓക്കെ, അവിടെ സ്ഥലമുണ്ടോ അടുത്ത് ചായ കുടിക്കാനുള്ള? അവിടെ ഉണ്ട്. ഞങ്ങളിപ്പോ ആക്ച്വലി ഇവിടെ ഓഫീസിലാണ്. ഇവിടെ അടുത്ത് തന്നെ നമ്മളിപ്പോ മെയിൻ സ്പോട്ടിലാണ്. സിറ്റിയിൽ തന്നെയാണ് ഓഫീസ് വരുന്നത്. അപ്പോ ആഷിന്റെ നാട് എവിടെയാണ്? Okay, so before starting, first of all, thank you Jimmy for reaching out and giving this invitation. Thank you. പിന്നെ എന്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്, അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ഫസ്റ്റ് ഇന്റർവ്യൂ കൂടിയാണ്. അപ്പം കാണുന്ന പ്രേക്ഷകരും ക്ഷമിക്കണം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, സോ ബേസിക്കലി ഞാൻ കോഴിക്കോട് നിന്നാണ്. ജനിച്ചതും പഠിച്ചതൊക്കെ കോഴിക്കോടാണ്. കോഴിക്കോട് പെരുമണ്ണ എന്ന് പറഞ്ഞൊരു, പെരുമണ്ണല്ല സോറി, പോട്ടുപറമ്പാണ് വീട്. ജനിച്ചപ്പോൾ അതൊരു ചെറിയൊരു സ്ഥലമായിരുന്നു. ഇപ്പൊ അതൊരു കുഴപ്പമില്ലാത്ത സിറ്റിയായി മാറി. വീട്ടില് അമ്മ, അച്ഛൻ, അനിയനുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. ഓക്കെ, കുട്ടിക്കാലത്തിനെ പറ്റി ഒന്ന് വിവരിക്കാവോ? എങ്ങനെയുള്ള കുട്ടിക്കാലമായിരുന്നു? സാധാരണ രീതിയിലുള്ള ഒരു കുട്ടിയായിരുന്നോ, അതോ ക്യൂരിയോസിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഒന്ന് കുട്ടിക്കാലത്തിനെ പറ്റി ഒന്ന് വിവരിക്കാവോ? ഷുവറായിട്ടും. ഞാൻ ആക്ച്വലി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എന്റെ ഫസ്റ്റ് പ്രൊജക്ട് തുടങ്ങുന്നത് ഇതുപോലത്തെ ഇന്നോവേഷൻസ്, ആക്ച്വലി ഇന്നോവേറ്ററിന്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞാനൊരു ഫസ്റ്റ് ആയിട്ട് ഒരു പ്രൊജക്ട് ചെയ്യുന്നത്. ഒരു മിനിയേച്ചർ മോഡൽ ഓഫ് ഒരു മിനി തിയേറ്റർ, ഒരു ചെറിയൊരു ബാൽക്കണി ഒക്കെ ഉള്ള ഒരു സ്റ്റിൽ മോഡൽ തിയേറ്റർ ഉണ്ടാക്കി. ഒരു ചെറിയൊരു വൈറ്റ് സ്ക്രീൻ ഉണ്ടാവും, ഒരു ബാൽക്കണി, കുറച്ച് സീറ്റുകൾ, പ്രൊജക്ടർ റൂം ഉണ്ടാവും, ബാൽക്കണിയിലേക്കുള്ള ഒരു ചെറിയ സ്റ്റെപ്പ്, അത് വെച്ചിട്ട് ഒരു ചെറിയൊരു മോഡലാണ് ഉണ്ടാക്കിയത്. അത് ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഭയങ്കര റെസ്പോൺസ് വന്നു. ടീച്ചേഴ്സൊക്കെ, സീനിയേഴ്സും എല്ലാവരും ഭയങ്കര ഇതിൽ ഞെട്ടി, വാവുന്നുള്ളൊരു മൂടായി. അവിടെ നിന്നാണ് ആക്ച്വലി ഞാൻ തുടങ്ങുന്നത്. കൊള്ളാല പരിപാടി. എന്റെ ഫസ്റ്റ് ഡോപ്പമൈൻ റിലീസ് 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. പിന്നെ അവിടുന്ന് പല പ്രൊജക്റ്റുകളും ചെയ്തു. എക്സിബിഷൻ ഒക്കെ വരുമ്പം നമ്മൾ ആ ടീച്ചേഴ്സ് തന്നെ വിളിക്കും, അശ്വിൻ എക്സിബിഷൻ വരാണ്, നമുക്ക് എന്താ ചെയ്താലോ. അങ്ങനെ ഒരു ദിവസം 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുമ്പം എന്റെ കെമിസ്ട്രി ടീച്ചർ, എനിക്ക് ഓർമ്മ ഉണ്ട്, എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ടീച്ചറും കൂടിയാണ്, എക്സാംസ് എന്ന് പറയും. മിസ് തന്നെ വിളിച്ചുകൊണ്ടായ ഒരു ട്രീ റീപ്ലാന്റിങ് മെഷീൻ. നമ്മളെ മരത്തിനെ വെട്ടിക്കളയുന്ന പകരം മരത്തിനെ വേരോടെ പിഴുതെടുത്ത് മറ്റു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്ന ഒരു വർക്കിംഗ് മോഡൽ മെഷീൻ ഡെവലപ്പ് ചെയ്താലോ എന്ന് പറഞ്ഞു. ഫുൾ സൈസ് അല്ല, അതിന്റെ ഒരു വർക്കിംഗ് മോഡല്, ചെറിയ മോഡല് ഉണ്ടാക്കി നോക്കിയാലോ പറഞ്ഞു. അപ്പൊ ആക്ച്വലി ആ സമയത്ത് ഇത് സംഭവം ഞാൻ കണ്ടു, യൂട്യൂബിൽ കാണിച്ചു തന്നു. അതിന്റെ റിസ്ക് ഒന്നും എനിക്ക് അറിയില്ല. അങ്ങനെ ചാടി കയറി ചെയ്തു, അത് സക്സസ് ആയി. അവിടെ നിന്നാണ് ആക്ച്വലി മനസ്സിലായത്, ഐ ക്യാൻ ഡെവലപ്പ് സംതിങ്, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അവിടെ നിന്നാണ് എനിക്ക് ആക്ച്വലി മനസ്സിലാകാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം ഞാൻ പല പ്രൊജക്റ്റുകളും ചെയ്യും. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആക്ച്വലി ഒരു ടേണിംഗ് പോയിന്റ്. എന്റെ പാരന്റ്സ് എന്നോട് പറഞ്ഞു, നിലവിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പകരം എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്തുകൂടെ, ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. അത് ആക്ച്വലി എനിക്ക് അന്ന് ഭയങ്കര സ്ട്രൈക്കിംഗ് പോയിന്റ് ആയിരുന്നു. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ. അപ്പൊ അങ്ങനെയാണ് ഞാനൊരു തീരുമാനം എടുത്തത്. ഇനി ഞാൻ എന്ത് ചെയ്താലും അതിനൊരു പെർപ്പസ് ഉണ്ടാവണം, അതിനൊരു ഇമ്പാക്ട് ഉണ്ടാവണം, അതിനൊരു ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവണം എന്നുണ്ട്. അങ്ങനെ അവിടുന്ന് പിന്നെ ഒരു ബ്രേക്ക് എടുത്തു. പിന്നെ ഞാൻ
ഹോബി പ്രൊജക്റ്റ് ഒന്നും ചെയ്യില്ല. ലൈക്ക് മെയിൻ പ്രൊജക്ട്സ് മാത്രം അതിലേ ഫോക്കസ് ചെയ്തു. അങ്ങനെ 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഞാനൊരു സ്മാർട്ട് പോർട്ടബിൾ ഒരു മിനി പ്രൊജക്ടർ, ഒരു ആൻഡ്രോയിഡ് പ്രൊജക്ടർ ഉണ്ടാക്കി. ഞാൻ ആക്ച്വലി ഒരു സിനിഫൈലാണ്. അപ്പം ഈ തിയേറ്റർ പ്രൊജക്ഷൻ അതൊക്കെ ഭയങ്കര, ഈ പ്രൊജക്ഷൻ ഭയങ്കര ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്, ഇതിനുള്ളത് വർക്കിംഗ് ഒക്കെ. അപ്പൊ അങ്ങനെ അത് ഡെവലപ്പ് ചെയ്തു. പിന്നെ 10th ഒരു സെൽഫ് സസ്റ്റൈനബിൾ ഇലക്ട്രിക് ബൈക്ക് ഡെവലപ്പ് ചെയ്തു. അത് ഫെയിലർ ആയിരുന്നു. അതിന് ഭയങ്കര റിസ്ക് ആണ് എടുത്തത്. ലൈക്ക് ഒരു ചാർജിൽ ഒരു 100 കിലോമീറ്റർ ആണെങ്കിൽ അതൊരു 500 കിലോമീറ്റർ കിട്ടണം എന്നുള്ള കോൺസെപ്റ്റ്. സെൽഫ് ബാലൻസിങ്, ഓട്ടോമാറ്റിക് ഇൻഡിക്കേറ്റർ, പാസ്വേഡ് നോക്കിയ വണ്ടി ഓൺ ആവും. ലൈക്ക് അങ്ങനത്തെ ഭയങ്കര അറ്റംപ്റ്റ് ആയിരുന്നു അത്. അപ്പൊ അത് ഫെയിലർ ആയിരുന്നു. പിന്നെയാണ് ആക്ച്വലി എന്റെ +2 പഠിക്കുമ്പോൾ ഞാനൊരു എയർ കണ്ടീഷണർ ഉണ്ടാക്കുകയും അത് നാഷണൽ ലെവലിൽ പോയി. നാഷണൽ ലെവലിൽ നിന്ന് തൊട്ടടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ഇന്ത്യസ് ടോപ്പസ്റ്റ് പ്രോഗ്രാമായ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എന്ന് പറയും. അത് ആക്ച്വലി എനിക്ക് മിസ്സായി. അന്നത്തെ ടീം അഗ്രികൾച്ചർ ആയിരുന്നു ആ പ്രോഗ്രാമിന്റെ. അതെനിക്കൊരു ഒരു കൈൻഡ് ഓഫ് ഒരു റിഗ്രറ്റ് ആയിരുന്നു. PM പ്രൈം മിനിസ്റ്ററിനെ കാണാനും പ്രസിഡന്റിന്റെ നിന്ന് അവാർഡ് കിട്ടാനുള്ള അവസരമൊക്കെ അന്ന് മിസ്സായി. ഒറ്റ കാരണം കൊണ്ട് അഗ്രികൾച്ചർ എന്നുള്ളത്. അപ്പം അതൊരു റിഗ്രറ്റ് ആയി നിന്നു. ആ റിഗ്രറ്റിന്റെ ഒരു റിസൾട്ട് ആണ് ആക്ച്വലി കൊക്കോ ബോട്ട്. 2020 ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പം പുറമേടെ നോക്കിയപ്പോൾ കുറെ തെങ്ങുകൾ കണ്ടു. അങ്ങനെ ഈ റിഗ്രറ്റ് ഓഫ് അഗ്രികൾച്ചർ അതും എന്റെ കയ്യിലൊരു കുറച്ച് എന്താ പറയാ ഈ ടെക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ. അപ്പൊ അത് എല്ലോടി കൂടിയിട്ട് കൈൻഡ് ഓഫ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഒരു വിഷനാണ് മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത്. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി പല R&D നടത്തി ഇപ്പം കൊക്കോബോർഡ് Gen 2 എത്തി നിൽക്കുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിൽ വന്നത്, ഈ 6ാം ക്ലാസ് 8ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികൾ വരെ ഈ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് സ്കൂളിന്റെ എനിക്കൊന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പേരൻസിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്, അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാവോ? അഫ്കോഴ്സ് സ്കൂൾ സപ്പോർട്ട് ഉണ്ട്. ടീച്ചേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ അപ്രിഷിയേറ്റ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. പാരന്റ്സ് ആയാലും സപ്പോർട്ട് ചെയ്യും. പിന്നെ അതിനൊക്കെ അപ്പുറം ഞാൻ ഭയങ്കര ലൈക്ക് എനിക്ക് ഇതായിരുന്നു ലൈക്ക് എന്റെ മെയിൻ ലോകം ഇതായിരുന്നു. ഈ അക്കാഡമി ലൈക്ക് പഠിത്തം എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലായിരുന്നു എനിക്ക് ആ സമയത്ത്. ലൈക്ക് അതുകൊണ്ട് പക്ഷെ അതിനെക്കാട്ട് എത്രയോ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇതിനായിരുന്നു. അപ്പൊ എന്റെ ഫുൾ ടൈം ഞാൻ ഇങ്ങനത്തെ കാര്യം ചിന്തിക്കാനും ഇത് ഡെവലപ്പ് ചെയ്യാനും. പണ്ട് പോഗോ ടിവിയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, മാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ അത് കണ്ട് ഞാൻ ഡെവലപ്പ് ചെയ്യും. അതൊക്കെയായിരുന്നു എന്റെ മെയിൻ ഹോബി. അപ്പൊ മേ ബി അതായിരിക്കും എന്റെ പിന്നെ ചെറുപ്പകാലം മുഴുവൻ എന്റെ കയ്യിൽ ഫുൾ ടോയ്സ് ഒക്കെ ആയിരുന്നു. ടോയ്സ് ഒക്കെ അടിച്ചു പൊട്ടിക്കും, അതിനുള്ളിലത്തെ മോട്ടേഴ്സും സർക്യൂട്ടും ഇതൊക്കെയാണ് എന്റെ ലൈക്ക് ഞാൻ കാണുന്നത്. അപ്പൊ മേ ബി അതൊക്കെ ട്രിഗർ ആയിട്ടായിരിക്കും. ലൈക്ക് അപ്പൊ ഈ ഏത് സ്കൂളിലാണ് പഠിച്ചതൊക്കെ? ഞാൻ LKG മുതൽ ഒരു 8ാം ക്ലാസ് വരെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു സ്കൂളാണ്, വിദ്യാത്മിക പബ്ലിക് സ്കൂൾ. അതിനുശേഷം ഞാൻ സ്റ്റേറ്റ് സിലബസിലെ മാറി, കുന്നമംഗലം HSS. പിന്നെ +1 +2 എനിക്ക് കിട്ടിയത് മാവൂർ GHS ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജ് നമ്മൾ കോഴിക്കോട് തന്നെ JDT. പണ്ട് കാലത്തൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്രയും കൂടുതലും വർക്കിംഗ് മോഡൽസ് ഒന്നും കാണാറില്ല. ഈ സയൻസ് ഇതിന്റെ അത് വളരെ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ പറ്റുള്ളായിരുന്നു ആ കാലത്തൊക്കെ. മേ ബി അഷിന്റെ ലെവലിൽ ചിന്തിക്കാനും ആ ലെവലിൽ ആയിട്ടില്ലായിരുന്നു. ഈ വർക്കിംഗ് മോഡൽസിന്റെ പാർട്സും ഇതൊക്കെ എങ്ങനെ, ഈ ആ സമയത്ത് സ്റ്റുഡന്റ് അല്ലേ, ഇപ്പൊ ഒരു ഫണ്ടിങ്ങും ഇല്ല ഇതുമില്ല, എങ്ങനെയാണ് അതൊക്കെ ഇല്ല. ചെയ്തത് റിസോഴ്സ് ഇല്ലാത്ത സമയത്ത്? അത് ആക്ച്വലി എന്റെ കയ്യിലെ കളിപ്പാട്ടങ്ങളൊക്കെ എടുക്കും, മോട്ടോഴ്സ് ഒക്കെ ആയാലും എനിക്കറിയില്ല. ലൈക്ക് ഇപ്പോഴൊക്കെ നമുക്ക് ഓൺലൈനിൽ കയറി മോട്ടോഴ്സ് ഒക്കെ വാങ്ങാം, മോട്ടർ ആയാലും അതിന്റെ സർക്യൂട്ടും. പക്ഷെ അന്നൊന്നും അതില്ലല്ലോ. നമ്മള് കയ്യിലുള്ള കളിപ്പാട്ടങ്ങളും അതൊക്കെ പൊട്ടിച്ചെടുത്ത് മോട്ടറൊക്കെ എടുക്കും. ലൈക്ക് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അന്നൊക്കെ ഉള്ളത്. അതൊക്കെ തന്നെയാണ്. പിന്നെ ഇപ്പോഴാണ് ആക്ച്വലി അറിയാലോ, ഇപ്പോഴാണ് ഓൺലൈനിലും എല്ലാ കാര്യങ്ങളും വന്നു തുടങ്ങി. ആ സമയത്തൊന്നും അങ്ങനെ സജീവമല്ല. അപ്പൊ അന്നത്തെ പ്രൊജക്ട്സും ഭയങ്കര ലിമിറ്റഡ് ആണ്. നമുക്ക് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ 10ാം ക്ലാസ് ഉണ്ടാക്കിയ ഇലക്ട്രിക് ബൈക്കിന്റെ മോട്ടർ, അതിന്റെ മെയിൻ മോട്ടർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഹുണ്ടായി കാറിന്റെ സ്റ്റിയറിംഗ് മോട്ടറാണ്. അപ്പം അങ്ങനെയാണ് അന്നൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഒരു ഇലക്ട്രിക് ബൈക്കിന്റെ മോട്ടർ ഡയറക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷെ അന്ന് അതിന്റെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇൻഡയറക്റ്റ്ലി നമ്മൾ പല ഓപ്ഷൻസ് നോക്കും, പല കാര്യങ്ങൾ നമ്മൾ ആക്രിക്കടയിൽ പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇലക്ട്രോണിക് ഷോപ്സ്, ഓട്ടോമൊബൈൽ ഷോപ്സ്, അവിടെയൊക്കെ പോയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെയ്യുന്ന ഒരു മെത്തഡ് അന്നുള്ളത്. പക്ഷെ ഇന്നിപ്പോ അത് ടോട്ടലി അത് മാറി. അപ്പൊ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ നാട്ടിലും എല്ലാം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഉള്ള റിസോഴ്സും കൊണ്ട് നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് അഷിന്റെ ഇത്. അപ്പൊ കുളിച്ചോണ്ടിരുന്നപ്പോ തെങ്ങുകൾ കാണുന്ന ആ സിറ്റുവേഷനിലോട്ട് വരാം. അവിടുന്ന് ആ മൊമെന്റിൽ നിന്ന് ഈ കൊക്കോ ബോട്ട് വരെ എത്തിയ ജേർണി ഒന്ന് വിവരിക്കാവോ? ആക്ച്വലി അന്ന് ആ ഐഡിയ ട്രിഗർ ആയല്ലോ. 2020 ജാനുവരി 2-ാം തീയതി ഏകദേശം മോർണിംഗ് ഒരു 9 AM ടൈമിലാണ് ഈ മൊമെന്റ് ഉണ്ടായത്. അപ്പൊ അന്ന് ആ മൊമെന്റിൽ ഞാൻ ലൈക്ക് വാവ്, അതായിരുന്നു ലൈക്ക് ആ മനസ്സിലായി വന്നത്. ലൈക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള
കോക്കനട്ട് ഹാർവെസ്റ്റിംഗ് റോബോട്ട് തെങ്ങിന്റെ മുകളിൽ കയറി തേങ്ങ വലിക്കുന്ന ഒരു 1-2 സെക്കൻഡോ മനസ്സിലൊന്ന് വന്നുപോയി. ആ മൊമെന്റിൽ തന്നെ ലൈക്ക് ഞാനത് എവിടെയും കണ്ടില്ല, ലൈക്ക് ആ വിഷ്വൽ. അതിൽ ഞാൻ ഭയങ്കര ഹൈലി ഒബ്സസ്ഡ് ആയി. വിത്തിൻ നെക്സ്റ്റ് 10 മിനിറ്റ്സ്, അടുത്തൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇതിന്റെ ഒരു സോഷ്യൽ ഇമ്പാക്ട്, ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് വേണ്ട രീതിയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി. അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു ലൈക്ക് ദിസ് ഈസ് മൈ നെക്സ്റ്റ് പ്രൊജക്ട്. അടുത്ത പ്രൊജക്ട് ഇതാണ് അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു മെത്തേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 6 മാസം അല്ലെ ഒരു കൊല്ലത്തൊക്കെ ഞാൻ R&D നടത്തും. ലൈക്ക് ഒരു ഐഡിയ കിട്ടി അപ്പം തന്നെ ചാടി കയറി ചെയ്യണ പകരം ഞാനൊരു 6 മാസത്തെ ലൈക്ക് ഒരു വൈബിങ് പീരീഡ് ആയിട്ട് ഞാൻ പറയാം ഇതിന്. ലൈക്ക് ഐഡിയ മനസ്സിൽ വെച്ചിട്ട് ഞാനിങ്ങനെ വലിയ എഫോർട്ട് ഒന്നും എടുക്കൂല. നമ്മൾ പല കാര്യങ്ങൾ കാണും, പല കാര്യങ്ങൾ കേൾക്കും, പല ടെക്നോളജീസ് ഒക്കെ മാർക്കറ്റിൽ ഇറങ്ങും. അപ്പൊ നമ്മൾ പോലും അറിയാതെ ഇതൊക്കെ കണ്ട് മനസ്സിലത് ഇവോൾവ് ആയിട്ട് വരും. അങ്ങനെ ഏകദേശം ഒരു 1 ഇയർ കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇത് ചെയ്യാൻ ടൈമായി എനിക്കൊരു കോൺഫിഡൻസ് പോകുന്നത്. കാരണം ഈ കൊക്കോബോട്ട് ഒരു ഹോൾ പ്രൊജക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ബിഗ് പ്രൊജക്ട്. കോൺസെപ്റ്റ് ഭയങ്കര സിമ്പിൾ ആണെങ്കിലും ഇപ്പൊ ഒരു തേങ്ങ വലിക്കുന്ന റോബോട്ട് അത്രേ ഉള്ളെങ്കിലും പക്ഷെ ഇതിന്റെ എക്സിക്യൂഷൻ മാസീവ് ആണ്. ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ്സും ഇതിന്റെ സിസ്റ്റംസ്, സബ് സിസ്റ്റംസ് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം ഞാൻ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഏറ്റവും സിംപ്ലിഫൈഡ് ആക്കിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അങ്ങനെയാണ് എൻ്റെ ഞാൻ പ്ലാൻ ഇട്ടത്. അങ്ങനെ 2021 ഞാൻ ഇതിന്റെ ഒരു ഫസ്റ്റ് ഒരു ലോ ഫിഡിലിറ്റി പ്രോട്ടോടൈപ്പ്, ഫസ്റ്റ് ബ്രേക്ക് ഡൗണിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള അതിന്റെ ഫ്രെയിം എന്ന് പറയും. സോ അന്ന് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ മുടക്കിയിട്ടാണ് ഇതിന്റെ ഒരു മെയിൻ ഒരു ഫ്രെയിം ഉണ്ടാക്കുന്നത്. ഒരു മെയിൻ ഫ്രെയിം ഉണ്ടാക്കി ഞാൻ അത് തെങ്ങിനോട് വെച്ചു, അതിന്റെ ഒരു ഐഡിയ കിട്ടി. അങ്ങനെ പല മോഡൽസ് ഉണ്ടാക്കി. ഞാൻ അന്ന് പ്ലാൻ ഇട്ടത് ഒരു 2 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആക്കാന്ന പ്ലാൻ ഇട്ടത്. 2 വീക്സിനോട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം, ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലൊക്കെ ഇടാം. അതായിരുന്നു ഞാൻ പ്ലാൻ ഇട്ടത്. പക്ഷെ മൊത്തം തകിടം പറഞ്ഞു. ലൈക്ക് ഞാൻ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി തെങ്ങിനോട് വെച്ചപ്പം അത് അട്ടർ ഫെയിലർ ആയിരുന്നു. ലൈക്ക് ഞാൻ മനസ്സിൽ കണ്ട സാധനം റിയൽ വേൾഡിൽ വന്നപ്പം അത് ഒരു അറൌണ്ട് ഒരു 80% അത് ഫെയിലർ ആയിരുന്നു. അത് ഭയങ്കര രീതിയിൽ എന്നെ ഹിറ്റ് ചെയ്തു. ലൈക്ക് അയ്യോ, ലൈക്ക് ഇത്രയും കൊല്ലം നമ്മൾ R&D നടത്തിയിട്ട് പെട്ടെന്ന് ചെയ്തപ്പോൾ ഫെയിലർ ആണെന്ന് തോന്നി. ഞാനൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തു, പിന്നെയും ഞാൻ അതിനോട് വർക്ക് ചെയ്തു. അങ്ങനെ മാസങ്ങളോളം വർക്ക് ചെയ്തിട്ടാണ് അതിന്റെ ഒരു മെയിൻ ചേസിസ് ഡെവലപ്പ് ചെയ്തത്. കാരണം ആ ചേസിസ് ആണ് ഇതിന്റെ ഒരു മെയിൻ ഫൗണ്ടേഷൻ. ഒരു വീടിന്റെ ഒരു തറ എന്ന് പറയുന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഈ ചേസിസ്, ഇതിന്റെ ക്ലൈംബിംഗ് യൂണിറ്റ്, തെങ്ങിന്റെ മുകളിൽ കയറുന്ന യൂണിറ്റ്. എന്നാലേ നമുക്ക് അതിന്റെ മുകളിൽ ഈ റോബോട്ടിന്റെ കൈയും ഒക്കെ വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ 2022-23 ഞാൻ കോളേജ് കാലഘട്ടമായിരുന്നു. 2023 കൊക്കോബോട്ടിന്റെ ഏറ്റവും വലിയൊരു നിർണായകമായ ഒരു ടേണിംഗ് പോയിന്റ്സ് ഒക്കെ നടന്ന ടൈം. കോളേജിൽ ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനും ആയിരുന്നു. അപ്പൊ അതിനോടൊപ്പം തന്നെ കൊക്കോബോട്ടും എനിക്ക് ലൈക്ക് കൊണ്ടുപോകാൻ പറ്റി. ആ സമയത്ത് കേരള സർക്കാർ നടത്തിയ ഒരു പ്രോഗ്രാം ഉണ്ട്, കേരളത്തിലത്തെ വൈഗ ഫെസ്റ്റ് എന്ന് പറയും. വൈഗ ഫെസ്റ്റിൽ ഒരു വൈഗ ഹാക്കത്തോൺ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 36 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ഒരു വൈഗ ഹാക്കത്തോൺ. അപ്പൊ അതിൽ നമുക്ക് ഓപ്പൺ കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. അത് നബാർഡ് കണ്ടു. നബാർഡ് ആ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ സ്പോൺസർ ആയിരുന്നു. നബാർഡ് കണ്ടിട്ട് അവർ നമ്മളെ കോൺടാക്ട് ചെയ്തു. റിയാസ് സാർ എന്ന് പറയും, അന്നത്തെ കോഴിക്കോടത്തെ ഡിസ്ട്രിക്ട് മാനേജർ ആയിരുന്നു. അപ്പൊ ആള് നമ്മളെ കോൺടാക്ട് ചെയ്തു. ആ സമയത്ത് എനിക്ക് അറിയില്ല ലൈക്ക് നബാർഡ് എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ആള് പറഞ്ഞു ലൈക്ക് നീ ചെയ്ത വലിയ കാര്യമാണ്, നമുക്ക് ഇത് ചെയ്യാനുള്ള ഫണ്ടിങ് നമുക്ക് തരാം, ഗ്രാൻഡ് ആയിട്ട് തരാൻ പറഞ്ഞു. ലൈക്ക് തിരിച്ചൊന്നും അടയ്ക്കണ്ട, ഗ്രാൻഡ് ആണ്. അപ്പൊ എനിക്ക് അത്ഭുതമാണ്. ലൈക്ക് നമ്മളിതൊന്നും കേട്ടിട്ടില്ലല്ലോ, ഗ്രാൻഡും ഫണ്ടിങ് ഒക്കെ എത്രയും വലിയ എമൗണ്ട് വെറുതെ ആരെയും തരുമോ? അപ്പൊ എനിക്ക് ഭയങ്കര ഇത് നമ്മളെ പറ്റിക്കാനുള്ള പരിപാടിയാണോ? അതൊക്കെ ആ ടൈമിൽ ചിന്തിച്ചേ. ലൈക്ക് അറിയില്ലല്ലോ, നമുക്ക് ഐഡിയ ഇല്ലല്ലോ. അപ്പം അങ്ങനെ കുറെ കാലം പോയി. സ്റ്റാർട്ടപ്പ് മിഷന്റെ കുറച്ച് ഗ്രാൻഡ് പാസ്സായി. അങ്ങനെ 2024 ഒഫീഷ്യലി ഇത് എന്താ പറയാ നബാർഡിന്റെ ഫണ്ട് നമ്മൾ കയ്യിൽ കിട്ടുന്നത്. അന്ന് മുതൽ ഈ പ്രൊജക്ട് ആക്ച്വലി ഓണായി. ആക്ച്വലി ഒരു പ്രോപ്പർ ഫണ്ടിങ് ഒക്കെ വെച്ചിട്ട് ഗ്രാൻഡ്സ് വെച്ചിട്ട് ആ പ്രൊജക്ട് ഓണായി. ഓണാവാൻ ഒരൊറ്റ ഒരു സ്ഥാപനം കൂടി ഉണ്ട്, വടകര കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് കമ്പനി. അവിടുത്തെ ചെയർമാനായ പ്രൊഫസർ ശശീന്ദ്രൻ മാഷ്, ആളും കൂടിയും സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് ഈ പ്രൊജക്ട് ഓണാവാൻ സാധിച്ചത്. അപ്പം ഇവരെല്ലാവരും സപ്പോർട്ട് കൂടി നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു കൊല്ലത്തോളം ഞാൻ ലൈക്ക് കോളേജ് കഴിഞ്ഞ് എനിക്ക് പ്ലേസ്മെന്റ് കിട്ടി. ഞാൻ അതൊക്കെ ക്യാൻസൽ ചെയ്തു. ഫുൾ ടൈം ഇതിൽ ഇരിക്കാന്ന് പ്ലാൻ ചെയ്തു. ലൈക്ക് ആ മൊമെന്റ് ഒക്കെ ഭയങ്കര ലൈക്ക് പറയുമ്പം 5 സെക്കൻഡോട് പറയാൻ പറ്റുമെങ്കിലും ഭയങ്കര ആ ഡിസിഷൻ എടുക്കുന്നത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും പല വൈകി പോകുന്നു. ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഭയങ്കര ലോൺലിനെസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഏകദേശം ഒരു 1 ഇയറോളം ഞാനത് എന്താ പറയാ പുഷ് ചെയ്തു. അങ്ങനെ 2025 ജാനുവരി 14 ഇതിന്റെ ഫസ്റ്റ് ഒരു എന്താ പറയുക ടെസ്റ്റ് സക്സസ്ഫുൾ ആകുന്നത്.
ഏകദേശം ഒരു കൊല്ലത്തോളം എടുത്ത് നമ്മളത് ഡെവലപ്പ് ചെയ്തു. അതിന്റെ സമയത്ത് തന്നെ 2024 നവംബർ മാസമൊക്കെ ആകുമ്പം ഞാൻ ഇന്റേൺസിന് ഹയർ ചെയ്തു. നമ്മുടെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ ഇപ്പോഴത്തെ ഗോകുൽ കൃഷ്ണൻ, അന്ന് നമ്മൾ ഇന്റേൺ ആയിട്ട് വന്ന ആളാണ്. ഇപ്പം നമ്മളതിൽ മെയിൻ കോർ ടീമായിട്ടുള്ള ആള്. അങ്ങനെ അവരൊക്കെ വെച്ചിട്ട് നമ്മൾ 2025 തന്നെ ജാനുവരി മാസം നമ്മളത് സക്സസ്ഫുൾ ഡെവലപ്പ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്താ മാക്സിമം അത് പുഷ് ചെയ്ത് ഇപ്പം ജെൻ 2 കൊക്കോബോട്ട് ജെൻ 2. അതിപ്പോ ലൈക്ക് എന്താ പറയാ, വേൾഡ്സ് മോസ്റ്റ് അഡ്വാൻസ്ഡ് കോക്കനട്ട് ഹാർവെസ്റ്റിംഗ് റോബോട്ട്, വേൾഡ്സ് ഫസ്റ്റ് ഫാസ്റ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു കോക്കനട്ട് ഹാർവെസ്റ്റിംഗ് റോബോട്ട് ആക്കി നമ്മൾ അതിനെ ചെയ്തു. അടിപൊളി. അപ്പോ ആ ജനുവരി ഒരു 2020 കണ്ട ആ വിഷൻ വേറൊരു ജനുവരി 2025, 5 വർഷത്തിന്റെ കഠിന പ്രയത്നം. ഉഗ്രൻ. അതെ. അപ്പോ കോക്കോ ബോർഡിനെ പറ്റി ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് വേണ്ടി വിവരിക്കാവോ? കൊക്കോബോട്ട് എന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് കോക്കനട്ട് ഹാർവെസ്റ്റിംഗ് റോബോട്ട്. ലോകത്ത് തന്നെ ഇതുപോലത്തെ ഒരു റോബോട്ട് വേറെ എവിടെയും ഉണ്ടാവില്ല. നമ്മളെ കമ്പനിയാണ് ആൾട്രസ്റ്റേജ് ഇന്നോവേഷൻസ് ആണ് അത് ഫസ്റ്റ്ലി അത് ഡെവലപ്പ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ലൈക്ക് ഒരു കമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള ഒരു കോക്കനട്ട് ഹാർവെസ്റ്റിംഗ് റോബോട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. സോ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് പറയുകയാണെങ്കിൽ കൊക്കോബോട്ട് ഏതൊരു തെങ്ങിന്റെ മുകളിലും നമുക്ക് ഒരു 5 സെക്കൻഡ് കൊണ്ട് ഒരു സ്വിച്ച് അമർത്തിയിട്ടുണ്ടെങ്കിൽ തെങ്ങിന്റെ മുകളിൽ ഫിക്സ് ആവും. അത്രയ്ക്കും ഫാസ്റ്റ് ആയിട്ട് അത് എന്താ പറയാ ഫിക്സ് ആവുകയും വിത്തിൻ നെക്സ്റ്റ് 1 മിനിറ്റ്, അടുത്ത ഒരു മിനിറ്റ് കൊണ്ട് തെങ്ങിന്റെ മുകളിലെത്തും. അത്രയ്ക്കും ലൈക്ക് നമ്മൾ അതിനെ പുഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു എന്താ പറയാ ഇൻ ഹൗസ് ഡെവലപ്ഡ് ഒരു റോബോട്ടിക് ആം ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് തേങ്ങ വെട്ടാനും ഓല വെട്ടാനും ഒക്കെ സാധിക്കും. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതാണ് കൊക്കോബോട്ട്. പിന്നെ നമ്മളത് അതിന്റെ അടുത്ത ഘട്ടത്തിലെ നമ്മൾ നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട് ഒരു സർവീസ് മോഡലായിട്ട്. ഇപ്പം നമ്മള് കേരളത്തിലായാലും ഇന്ത്യയിലായാലും മറ്റ് എന്താ പറയാ പല കർണാടക, തമിഴ്നാട് അവിടെയൊക്കെ ആയാലും ഇപ്പൊ വീടുകളും അവരൊന്നും മെഷീൻ വാങ്ങൂല. പക്ഷെ നമ്മൾ അവർക്ക് സർവീസ് ആയിട്ട് ലൈക്ക് എ സൊമാറ്റോ ഒരു ആപ്പ് വഴി അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈക്ക് ഇംപ്ലിമെന്റേഷൻ കുറച്ചുകൂടി പെൻഡിങ് ഉണ്ട്, പക്ഷെ അറൌണ്ട് കംപ്ലീഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഉഗ്രൻ. ARR പോലെ അല്ലെ, ആനുവൽ റെക്കറിംഗ് റവന്യൂ എന്നൊക്കെ പോലത്തെ മോഡൽ, ഒരു സാസ് സോഫ്റ്റ്വെയർ പോലത്തെ തന്നെ ഒരു മോഡൽ. ഉഗ്രൻ. അപ്പോ ഒരു സെക്കൻഡ് നേരത്തേക്ക് തിരിച്ച് അച്ഛനും അമ്മയും ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അമ്മ ഹൗസ് വൈഫ് ആണ്, അച്ഛൻ ബിസിനസ് ചെയ്യുന്നു. ബിസിനസ്, ടെക്നിക്കൽ ഈ ഇങ്ങനത്തെ രീതിയിലുള്ള ഒന്നുമില്ല? അല്ലല്ല, എനിക്ക് തോന്നുന്നു ലൈക്ക് എന്റെ ഹോൾ ഫാമിലി നോക്കിയാലും മേ ബി ഞാനായിരിക്കും ലൈക്ക് ഈ സ്റ്റാർട്ടപ്പ് എന്നുള്ള കോൺസെപ്റ്റിലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുക. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഉഗ്രൻ. അപ്പൊ ആദ്യത്തെ ഇതാണ് എല്ലാ രീതിയിലും പല രീതിയിലും ആദ്യത്തെ ആളെന്ന് പറയാം. കേരളം എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇതുവരെ? ഇപ്പൊ ഈ കോൺസെപ്റ്റുകളെല്ലാം ചിന്തിക്കുമ്പോൾ കേരളത്തിന്റെ ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ടല്ലോ അല്ലെ? തേങ്ങ ഒക്കെ പറയുന്നത് വേറെ ഒരു നാട്ടിലായിരുന്നെങ്കിൽ വേറൊരു രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അപ്പൊ കേരളത്തിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയുണ്ട്? ഞാൻ ആക്ച്വലി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ലൈക്ക് ഞാൻ ജനിച്ച സ്ഥലമായാലും അത് ഇൻഡസ്ട്രി ഏരിയ ഒക്കെ ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ലൈക്ക് കോഴിക്കോട് മെയിൻ സിറ്റി അല്ലെങ്കിലും സെൻട്രൽ ആയിട്ട് വരും. അപ്പൊ അവിടെ നിന്ന് എനിക്ക് ഇപ്പം ലേസർ കട്ടിങ് അല്ലെങ്കിൽ അതിന്റെ മാനുഫാക്ചറിങ് റിലേറ്റഡ് കാര്യങ്ങൾ പോകാനും ഇലക്ട്രോണിക്സ് എന്തെങ്കിലും വാങ്ങാൻ ടൗണിൽ പോകാനും ഇതൊക്കെ ഭയങ്കര എളുപ്പമായതുകൊണ്ട് തന്നെ ലൈക്ക് എനിക്ക് ചെറുപ്പം മുതൽ തന്നെ അതൊക്കെ ചെയ്യാൻ പറ്റി. അതും വലിയൊരു റീസൺ കൂടിയാണ്. ഞാൻ പല സ്ഥലത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആലോചിക്കും, എന്റെ ഫ്രണ്ട്സിന്റെ ഓരോ വീട്ടിൽ പോകുമ്പോൾ ആലോചിക്കും ഇവിടെയൊക്കെ ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല, ലൈക്ക് ചാൻസ് ഇല്ല. കാരണം ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. ലൈക്ക് ദൂരത്താണ് നമുക്ക് പോകാൻ പറ്റൂല. നമ്മളിപ്പം ഫ്രണ്ട്സിന്റെ പുറകെ കളിക്കാൻ പോകും, ലൈക്ക് അത് മാറ്റി വെക്കും. അപ്പൊ ഇതൊക്കെ കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഇത് എല്ലാം പോസിബിൾ ആയത്. സോ കേരളം ഓഫ് കോഴ്സ് ഇപ്പം കോക്കനട്ട് ആയാലും അന്ന് ഞാൻ തെങ്ങ് കണ്ടില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ഐഡിയ കിട്ടില്ല. അപ്പം എല്ലാ രീതിയിലും കേരളത്തിന് വലിയ പങ്ക് ഓഫ് കോഴ്സ് ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഈ കോക്കോ ബോട്ടിന്റെ ഐഡിയ ആരോടെങ്കിലും പറഞ്ഞോ, അതോ സ്വന്തം മനസ്സിൽ വെച്ചിരിക്കുകയായിരുന്നോ? അത് മാത്രമല്ല, ആ ഐഡിയ വന്നപ്പോ കോക്കോ ബോട്ടിനെ പറ്റി ചിന്തിച്ചപ്പോ ആ ഒരു പ്രോജക്റ്റ് മാത്രം ഉണ്ടായിരുന്നല്ലോ ഫുൾ മനസ്സിൽ? അത് വേറെ എന്തെങ്കിലും ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തോ, അതോ ഇതിൽ തന്നെയായിരുന്നോ ഫുൾ ഫോക്കസ്? ആക്ച്വലി ഞാൻ അന്ന് പറഞ്ഞല്ലോ, അന്ന് കുളിച്ചിറങ്ങി ഒരു 10 മിനിറ്റ് ഡ്രസ്സ് മാറി ഞാൻ നേരെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ മേശയിൽ അനിയനുണ്ട്, അമ്മ ഉണ്ട്. അവരോടാണ് ഞാൻ ആദ്യം പറയുന്നത് ലൈക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നാഷണൽ ലെവൽ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം. അപ്പൊ അവര് ലൈക്ക് അടുത്ത ഐഡിയ ആയിട്ട് വരുന്നുണ്ടല്ലോ അങ്ങനത്തെ ഒരു മൂഡിലാണ് ലൈക്ക് അവര് എടുത്തത്. പക്ഷെ ഇത്ര അത് സീരിയസ് ആയിട്ട് ലൈക്ക് ഫുൾ ഓഫ് ചെയ്യുന്ന അവര് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ദെൻ കൊക്കോബോട്ടിന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്, വേറെ ഒന്നും ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല. വേറെ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. ആക്ച്വലി എനിക്ക് വർഷത്തിൽ ഒരു ഐഡിയെങ്കിലും ഒരു സ്പാർക്കിങ് കിട്ടേണ്ടതുണ്ട്. പക്ഷേ കൊക്കോബോട്ട് കിട്ടിയതിന് ശേഷം വേറെ ഒരു ഐഡിയയിലേക്ക് എനിക്ക് ഡീവേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഫുൾ കൊക്കോബോട്ട് തന്നെയാണ്.
അപ്പൊ ഈ കൊക്കോ ബോർഡ് ആദ്യം ടെസ്റ്റ് ചെയ്ത സമയത്ത് ഈ എന്തെങ്കിലും രസകരമായ സംഭവങ്ങൾ, ആദ്യത്തെ ഫെയിലിയേഴ്സ് പറഞ്ഞല്ലോ, അതുപോലെ എന്തെങ്കിലും രസകരമായ സംഭവം മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ട്. ഇപ്പം ഫെയിലിയേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ. ലൈക്ക് സക്സസ് മേ ബി ലൈക്ക് വെരി ഫ്യൂ. ഞാൻ പറഞ്ഞില്ല, ജനുവരി 14 ഒരൊറ്റ സക്സസ്. പക്ഷേ ആ 1 ഇയർ ഫുൾ ഫെയിലിയർ ആയിരുന്നു. ഇപ്പം ഒരു മൊമെന്റ് പറയുകയാണെങ്കിൽ, നമുക്ക് ഇപ്പൊ നബാർഡ് നമ്മൾ പറഞ്ഞല്ലോ ഗ്രാൻഡ് തരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇവർക്ക് ഇത് മൈൽ സ്റ്റോൺസ് കാണിച്ചു കൊടുക്കണം, നമ്മളിത് ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണം. അപ്പൊ അതിനൊരു 1 വീക്ക് എന്തോ ഉള്ളൂ, 1 വീക്കും ഇല്ല. അപ്പം ഞാനത് ടെസ്റ്റ് ചെയ്യാണ്. എന്റെ ഫ്രണ്ടിന്റെ ഒരു ഫാം ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ഞാനും എന്റെ ഫ്രണ്ട് ഗൗതം, അപ്പം ഞാൻ ഇവരോട് ചേർന്ന് ഓക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം, ഇത് വീഡിയോ എടുത്തിട്ട് അയച്ചെടുക്കാൻ പ്ലാൻ ചെയ്തു. തെങ്ങിന്റെ മുകളിൽ ഫിക്സ് ചെയ്തു. ഓൺ ആക്കിയപ്പോൾ തെങ്ങിന്റെ മുകളിൽ കയറുന്നില്ല അത്. ലൈക്ക് അതന്നെ, ലൈക്ക് ആ ഒരാഴ്ച, ലൈക്ക് എവറി സിംഗിൾ ഡേ ഇറ്റ് വാസ് ലൈക്ക് ഐ വാസ് ക്ലൈംബിങ് എവറസ്റ്റ്. സീരിയസ്ലി സ്പീക്കിംഗ്, ലൈക്ക് എല്ലാ ദിവസവും ലൈക്ക് ഫസ്റ്റ് ഡേ ഇത് ക്ലൈംബ് ചെയ്യുന്നില്ല, സെക്കൻഡ് ഡേ നോക്കുമ്പോൾ ഇത് ക്ലൈംബ് ചെയ്ത് കുറച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റബ്ബർ ട്രാക്സ് ഊരി താഴ്ത്തു വീഴും. തേർഡ് ഡേ എത്തുമ്പോൾ അതിന് റോബോട്ടിക് ആം ഓൺ ആവില്ല. ഫോർത്ത് ഡേ റോബോട്ടിക് ആം ഓൺ ആവുന്നുണ്ടെങ്കിൽ അത് മുകളിലെത്തുമ്പോൾ അത് കട്ട് ഓഫ് ആവും, ഓവർലോഡ് ആയിട്ട് അത് വൈബ്രേറ്റ് ചെയ്യും. ലൈക്ക് മാസി ലൈക്ക് ഒന്നുകൊണ്ടേ നിൽക്കുന്നത്. ആ 1 വീക്ക് ഒരു എക്സ്ട്രീം ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു. അതൊക്കെ പുഷ് ചെയ്തിട്ടാണ് നമ്മൾ ജനുവരി 14 നമ്മൾ എത്തിയത്. ഇതിന്റെ ഒരു എന്താ മെയിൻ ഒരു മെക്കാനിസം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതൊരു 5 സെക്കൻഡ് കൊണ്ട് നമുക്ക് സിസ്റ്റം വൃത്തിയാൽ തന്നെ തെങ്ങിന് മുകളിൽ വെക്കാൻ പറ്റും പറഞ്ഞത്. അതിനാണ് ആക്ച്വലി ഏറ്റവും വലിയ സമയം നമ്മൾ ചെലവാക്കിയത്. നമ്മൾ ആക്ച്വലി അത് പാറ്റന്റ് നമ്മൾ ഫയൽ ചെയ്തു അന്ന്, ലൈക്ക് 2021 ഫസ്റ്റ് അറ്റംപ്റ്റ് മുതൽ ജനുവരി 14 വരെ. ലൈക്ക് അതിനു വേണ്ടി വലിയൊരു എമൗണ്ട് നമ്മൾ ടൈമും എനർജിയും ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ. കാരണം എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു, ലൈക്ക് ഞാൻ എപ്പോഴും ഞാനൊരു കസ്റ്റമറായിട്ട് ചിന്തിക്കും, ലൈക്ക് ഈ മെഷീൻ ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്പീഡ് ഭയങ്കര, ബിക്കോസ് സ്പീഡ് ക്രിയേറ്റ്സ് വാല്യൂ, റൈറ്റ്? അപ്പം അതുകൊണ്ട് ഞാനത് ഭയങ്കര ഇതിൽ പുഷ് ചെയ്തു. ഈ 5 സെക്കൻഡ്സ് 1 മിനിറ്റ് കൊണ്ട് ക്ലൈംബ് ചെയ്യണം, ഇത്രയും കോമ്പാക്ട് ആവണം, 10 kg മാത്രം വെയിറ്റ് പറ്റുള്ളൂ. ലൈക്ക് ഒരു സിംഗിൾ ഓപ്പറേറ്റർ ആണിത്. ഇപ്പം പല അറ്റംപ്റ്റുകളും ലോകത്തെമ്പാടുണ്ടെങ്കിലും ഇപ്പൊ ഇൻഡിവിജ്വൽസും സയന്റിസ്റ്റുമാരും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ മാസീവ് അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, ലൈക്ക് ഈ ആശയം ഭയങ്കര സിമ്പിൾ ആണ്. ഈ റോബോട്ടുകളൊക്കെ എന്ന് ലോകത്ത് വന്നോ അന്ന് മുതൽ ആരെങ്കിലും ഒരാൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഈ ഓഫ്കോഴ്സ് ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അന്ന് ഇന്നും ഈ എക്സിക്യൂഷൻ ലൈക്ക് ഫെയിൽ ആവാൻ കാരണം ഈ ഞാൻ പറഞ്ഞ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, സ്പീഡ്, വെയിറ്റ്, സൈസ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ യൂട്യൂബിലൊക്കെ അടിച്ചാൽ കാണാൻ പറ്റും, ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒക്കെ ഉണ്ടാവും, നെറ്റ് ബോൾട്ട് ടൈറ്റ് ആക്കി. ലൈക്ക് അതൊക്കെ ആസ് എ പ്രൊജക്റ്റ് സക്സസ് ആണെങ്കിലും ആസ് ഒരു മാർക്കറ്റ് ഫീസിബിലിറ്റി നോക്കുമ്പോൾ അതൊരു ഫെയിലർ ആവും. കാരണം ഒരു 2-3 ആൾക്കാർ അതിന് വേണ്ടി വരും തെങ്ങിന്റെ മുകളിൽ വെക്കാൻ. അവിടെ തന്നെ അതൊരു ഫെയിലർ ആയി. കാരണം നമ്മൾ തെങ്ങിന്റെ മുകളിൽ കയറിയിട്ട് ഒരു സ്വർണ്ണമൊക്കെ നമ്മൾ ഹറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ലൈക്ക് വി ക്യാൻ പുട്ട് മേ ബി ലൈക്ക് 3 or 4 people. ബട്ട് തേങ്ങയാണല്ലോ, അപ്പൊ അതിന്റെ നമുക്ക് അറിയാലോ മാർജിൻ ആയാലും. അപ്പം അത് ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയിരുന്നു. ലൈക്ക് എല്ലാത്തിനെയും ലൈക്ക് കോമ്പാക്ട് ആക്കി സെയിം ടൈം ഇത് വർക്ക് ആവണം. അതിന്റെ ഡിസൈൻ തൊട്ട് സിസ്റ്റംസ്, സബ് സിസ്റ്റംസ്. ഇത് നിലത്ത് ഗ്രൗണ്ടിൽ വെച്ചാൽ മതി, അത് കഴിഞ്ഞിട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അല്ല, ഇതിൽ വരുമോ, അതോ എങ്ങനെയാണ് അതിന്റെ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഈ മെഷീൻ നമ്മൾ നേരെ എടുത്തിട്ട് നമ്മൾ തെങ്ങിന്റെ മുകളിൽ ഫിക്സ് ചെയ്യണം. ലൈക്ക് ഇതിനൊരു അതായത് ഒരു നേരെ തെങ്ങിന്റെ ട്രങ്കിന് മുകളിൽ ഫിക്സ് ചെയ്യാം. സ്വിച്ച് നടത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് ഹഗ് ചെയ്യും, തെങ്ങിനെ ഒന്ന് ഫിക്സ് ചെയ്യത്. ദെൻ ലൈക്ക് യു ക്യാൻ കൺട്രോൾ യൂസിങ് ദ കൺസോൾ. പിന്നെ നമ്മൾ ഫുൾ വയർലെസ് കൺട്രോളിംഗ് ആണ്. അടിപൊളി. അപ്പോ പല ഇതിന്റെ എക്സ്റ്റൻഷൻ പലതും ചിന്തയിൽ വരുന്നുണ്ട്. എത്ര വെയിറ്റ് ഉണ്ടായിരിക്കും ഏകദേശം? 10 kg, 10 to maximum 11 kg. ഓക്കെ. പിന്നെ നമ്മുടെ നാട്ടിലെ ഈ ഈർപ്പവും മഴയും എല്ലാം കാരണം ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഡ്യൂറബിലിറ്റി കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? യെസ്, ബിക്കോസ് ഇപ്പം മഴേന്റെ കാര്യം പറഞ്ഞല്ലോ, മഴ മാത്രമല്ല ആക്ച്വലി തെങ്ങിന്റെ ബെൻഡിങ്സ്, തെങ്ങിന്റെ ഡയമീറ്റേഴ്സ് മാറും. ലൈക്ക് ചോദിച്ചാൽ മനസ്സിലാവും, താഴത്ത് ഭയങ്കര വലിയ ഡയമീറ്റർ ആയിരിക്കും, പക്ഷെ മുകളിലോട് എത്തുമ്പോൾ ഡയമീറ്റർ കുറയും. അപ്പൊ ഇത് അഡാപ്റ്റ് ചെയ്യണം. അത് ആക്ച്വലി നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ ഡെവലപ്പ് ചെയ്ത. അതാണ് ഞാൻ പറഞ്ഞത്, ക്ലൈംബിംഗ് മെക്കാനിസം, ചേസിസ് എന്ന് പറഞ്ഞല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞല്ലോ. അതിന്റെ കാരണം അതാണ്. അതേപോലെ തന്നെ മഴയായാലും ഇതിനൊരു കസ്റ്റം ഡെവലപ്ഡ് ഒരു ട്രാക്ക് ആണുള്ളത്, റബ്ബർ ട്രാക്സ്. സോ തെങ്ങിനത് യാതൊരു വിധത്തിലും ലൈക്ക് എഫക്ട് ചെയ്യില്ല. മഴയായാലും അത് ഇഷ്യൂ ഇല്ലാതെ തന്നെ അത് ക്ലൈംബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അത് ഡെവലപ്പ് ചെയ്യുന്നത്. ആൾട്ര സ്റ്റേജിന്റെ ഇനിയുള്ള മിഷൻ അല്ലെങ്കിൽ ഇനിയുള്ള ഭാവി സ്വപ്നങ്ങളും എന്താണ് പ്ലാൻസ്? സോ നമ്മളിപ്പം ആക്ച്വലി നമുക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഇന്ത്യയുടെ വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് ഫണ്ടിങ് ആണ് സെൻട്രലിന്റെ. ആ ഫണ്ട് നമുക്ക് IIT മന്തി വഴി നമുക്ക് ലഭിച്ചു, സെലക്ഷൻ കിട്ടി.
അപ്പം നമുക്ക് റീസെന്റ് തന്നെ IIT മന്ദിന്റെ ഒരു നോമിനേഷൻ കാരണം നമുക്ക് ലാസ്റ്റ് വീക്ക് ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് നമ്മളെ കൊക്കോബോട്ട് Gen 2 ഡൽഹിയിൽ വെച്ചിട്ട് ഇനോഗ്രേറ്റ് ചെയ്തു. സോ അതൊരു ലൈക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു. ഇനി നമ്മൾ Gen 3 ആണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. Gen 3 ആയിരിക്കും ആക്ച്വലി ലൈക്ക് മാർക്കറ്റ് റെഡി ആയിട്ടുള്ള ഒരു വേർഷൻ. അത് അടുത്ത കൊല്ലം ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ നമ്മളത് ലോഞ്ച് ചെയ്യും. ലൈക്ക് അപ്പോൾ ദ കസ്റ്റമേഴ്സ് വിൽ ബി ലൈക്ക് ഡെലിവറിങ് ദാറ്റ്. അതോടൊപ്പം തന്നെ നമ്മൾ സെയിൽസും ഉണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർവീസ് സെക്ടറും. ഇത് രണ്ടെണ്ണം നമുക്ക് പാരലി നമ്മൾ കൊണ്ടുപോകണം. അതാണ് എൻ്റെ ഒരു ലൈക്ക് തെങ്ങ് എവിടെ ഉണ്ടോ അവിടെ കൊക്കോബോട്ട് വേണം എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക് ആക്ച്വലി ഉള്ളത്. കൊള്ളാം കൊള്ളാം. ഈ ടെക്നോളജി കണ്ടുപിടുത്തം പിന്നെ നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഇപ്പൊ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് പണ്ട് തൊട്ടേ കുറെ കാലമായിട്ടുള്ള ഒരു പ്രശ്നമാണ് തെങ്ങ് കയറാൻ ആൾക്കാരില്ല, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് തെങ്ങ് കയറാൻ. അപ്പം ഈ രണ്ടും എങ്ങനെയാണ് ഈ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നത്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതിപ്പോ ഒരു പെർഫെക്റ്റ് ആൻസർ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ സൊസൈറ്റിയിൽ ഉള്ള ഒരു മെയിൻ പ്രോബ്ലം ഇപ്പോൾ ഈ കൊക്കോ ബോട്ട് വെച്ച് ഇത് ചെയ്തു, അതേസമയത്ത് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് മലയാളികളോട് പറയാനുള്ളത്? അതെ, ഷുവറായിട്ടും. കാരണം ഇനി അങ്ങോട്ട് വരാൻ പോണ കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റോബോട്ടിക് എറയാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കോൺസെപ്റ്റ് ഫിസിക്കൽ AI എന്ന് പറയും. ലൈക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 2-3 കൊല്ലങ്ങൾക്ക് മുന്നേ ChatGPT വെറും ഒരു വെബ്സൈറ്റ് ആയിരുന്നെങ്കിൽ, ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നെങ്കിൽ, ഇന്ന് അതൊരു വേൾഡ്സ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ഹ്യൂമണൈഡ് റോബോട്ടായി മാറി. ഇപ്പൊ ഫിഗർ റോബോട്ട്, ഇപ്പൊ കാലിഫോർണിയ ഡെവലപ്പ് ചെയ്യുന്ന ഫിഗർ ഇപ്പൊ ഒരു Gen 3 അവർ ലോഞ്ച് ചെയ്തു. ലൈക്ക് ആ ലെവലിലേക്ക് അത് മാറി. ലൈക്ക് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തമ്മിൽ ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി, ഒരു ഗിവ് ആൻഡ് ടേക്ക്. അപ്പം അതാണ് ഫ്യൂച്ചർ. ലൈക്ക് ഇപ്പൊ നാളെ ഇപ്പൊ ഇലോൺ മസ്ക് പറഞ്ഞ പോലെ തന്നെ നമ്മളെ വീട്ടിൽ ഗാർഡനിങ്ങും തുണി മടക്കി വെക്കാനൊക്കെ റോബോട്ടുകൾ വരും. അപ്പൊ ഈ അഡോപ്ഷൻ മസ്റ്റ് ആണ്. ലൈക്ക് ഈ റോബോട്ട്സ് ആയിട്ടുള്ള നമ്മളെ ഇന്ററാക്ഷൻ അത് ഭയങ്കര ഒരു ക്രിട്ടിക്കൽ. ഈ പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ AI ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ആയി മാത്രം നിന്നിട്ട് കാര്യമല്ല, അതൊരു ഫിസിക്കൽ ആയിട്ട് മാറണം, ഫിസിക്കൽ AI. അപ്പം എനിക്ക് തോന്നുന്നു എന്തായാലും ഇപ്പൊ കേരളത്തിൽ നമ്മൾ മാത്രമല്ല, ഇപ്പൊ കേരളത്തിലെ എക്കോസിസ്റ്റം ആയാലും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഭയങ്കര ബൂമിങ് തന്നെയാണ്. ഇപ്പം ജെൻ റോബോട്ടിക്സ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇപ്പൊ വിമൽ ഗോവിന്ദ് സാറിന്റെ കമ്പനിയായ ജെൻ റോബോട്ടിക്സ് അവരിപ്പം അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു ജെൻ ബോട്ട്. ഞാനത് ആക്ച്വലി കണ്ടു. അത് നമ്മളെ സോഹോന്റെ ഒരു കൊട്ടാരക്കയുടെ ഇനോഗ്രേഷന്റെ സമയത്ത് ഞാനത് കണ്ടു ആക്ച്വലി. ലൈക്ക് ഐ വുഡ് സേ ലൈക്ക് ഇന്ത്യസ് ബോൾഡസ്റ്റ് റോബോട്ട് സെക്ടറിലുള്ള ഒരു അറ്റംപ്റ്റ് അതാണ് ജെൻ ബോട്ട്. അതേപോലെ തന്നെ ഫ്യൂസലാജ് ഇന്നോവേഷൻസ്, ഡ്രോൺസ്, പാഡി ഫീൽഡ്സ് ഒക്കെ, ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ വേണ്ടിയിട്ടുള്ളത്, ഐറോവ്, അണ്ടർ വാട്ടർ ROVs, ആസ്ട്രക് ഇന്നോവേഷൻസ്, മൊബിലിറ്റി സെക്ടേഴ്സിൽ നമ്മൾ കൊക്കോബോട്ട് സൈഡിൽ കൂടെ കയറി വരുന്നുണ്ട്. സോ ലൈക്ക് ഇത് നടക്കുന്നുണ്ട്, ലൈക്ക് ആ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. സോ ഫ്യൂച്ചർ ഈസ് ലൈക്ക് എന്താ പറയാ, റോബോട്ട്സൊക്കെ നാളെ റോഡ് കൂടെ നടന്നു പോകും. അപ്പം നമ്മള് ഇങ്ങനെ പറയേണ്ടി വരും. തമാശ എന്താ പറഞ്ഞ, മിനിഞ്ഞാന്ന് ഞാൻ ഇവിടെ അറ്റ്ലാന്റ ഡൗൺ ടൗൺ പോയായിരുന്നു, മിഡ് ടൗൺ. അപ്പൊ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ സൈഡിൽ കൂടെ ഒരു റോബോ ഇങ്ങനെ കുറച്ചിങ്ങനെ പോകുന്നു, കുറച്ച് നിൽക്കുന്നു. ഈ റോബോ എന്ന് പറഞ്ഞ ഒരു ഇങ്ങനത്തെ ഈ ഷേപ്പിലുള്ള എന്താ ഒരു ചെറിയ മിനി ഗോൾഫ് കാർട്ട് എന്ന് പറയും, വളരെ മിനിയേച്ചർ സൈസിൽ എന്തോ ഡെലിവറി ചെയ്യാൻ തോന്നുന്നു. അതാ എനിക്കത് ആദ്യത്തെ സ്റ്റേജ് ആണ്. കുറച്ച് പോകുന്നു, കുറച്ച് നിൽക്കുന്നു. പിന്നെ അത് കാരണം വഴികൾ നടപ്പ് പാതയാ. അപ്പം ആൾക്കാർ വരുമ്പോ പെട്ടെന്ന് നിൽക്കുന്നു, ഇങ്ങനെ മെല്ലെ മെല്ലെ പോകുന്ന കാലമാണ്. ഇനി 2-3 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അത് മാത്രമേ കാണുള്ളൂ എന്ന് തോന്നുന്നു. ഷുവറായിട്ടും. കാരണം ഇപ്പം ടെസ്ല ബോട്ട് ആയാലും മറ്റു ഹ്യൂമണോയിഡ് റോബോട്ട്സ് ഒക്കെ ആയാലും ഭയങ്കര ബൂമിംഗ് ആണ്. ലൈക്ക് ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് ഇപ്പം ഇവിടെ നടന്നത്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ChatGPT സോഫ്റ്റ്വെയറിന് പെട്ടെന്ന് ഒരു ഹാർഡ്വെയറിലേക്ക് ഷിഫ്റ്റ് ആയത് അതൊരു മാസീവ് ഗ്രോത്ത് തന്നെയാണ്. ഇനിയിപ്പോ അങ്ങോട്ട് പോയാലും ലൈക്ക് ടെസ്ല ബോട്ട്, ഇപ്പം സ്പേസ് എക്സ്പ്ലോറേഷൻസ് ആയാലും, ഇപ്പൊ നാളെ ലൈക്ക് നമുക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്ത് റോബോട്ട്സിലേക്കും പോവാം. അവര് ലൈക്ക് അയൺമാൻ അവർ പറന്നു പോയി മേ ബി ഇന്റർപ്ലാനറ്ററി അല്ലെങ്കിൽ ഗാലക്സി, മേ ബി ഔട്ട്സൈഡ് അവർ സോളാർ സിസ്റ്റംസ് ഒക്കെ ട്രാവൽ ചെയ്ത് ലൈക്ക് ആ സ്കെയിലിലേക്കാണ് ഇത് പോയോണ്ട് നിൽക്കുന്നത്. അതെ അതെ, ഗുഡ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പല യുവാക്കളും അല്ലെങ്കിൽ യുവതികൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ വളരെയധികം ഉണ്ടാവും. പക്ഷെ എപ്പോഴും തോന്നുമോ, എനിക്ക് ഒരു റിസോഴ്സ് ഇല്ല, കാശില്ല, അല്ലെങ്കിൽ സാഹചര്യമില്ല. അങ്ങനെയുള്ള യുവാക്കളോട് എന്താണ് അഷിന്റെ ഒരു സന്ദേശം? അഡ്വൈസ് തരാൻ ഞാൻ ആരുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനും ഇതുപോലത്തെ സിറ്റുവേഷൻ കടന്നു പോയതാണ്. ലൈക്ക് സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു ആഗ്രഹം ആയിരുന്നില്ല എന്റെ തുടക്കം. കൊക്കോബോട്ട് ഡെവലപ്പ് ചെയ്യാന്നുള്ളൊരു ഇന്നോവേറ്റർ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചു ഞാൻ. പക്ഷെ കോളേജ് എൻ്റെ ഒക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങണം അങ്ങനത്തെ ഒരു ഐഡിയ വന്നത്. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഫണ്ടൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഓർമ്മ ഉണ്ട്, കോളേജ് കഴിഞ്ഞ സമയത്തൊക്കെ എൻ്റെ കയ്യിൽ മേ ബി
₹2000 അതൊക്കെ ഉള്ളൂ. ലൈക്ക് അത് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ലൈക്ക് ഞാൻ വീട്ടിൽ നിന്ന് 1 രൂപ പോലും ഞാൻ ചോദിച്ചിട്ടില്ല കമ്പനി തുടങ്ങുമ്പോൾ. സോ അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് വർക്ക് ചെയ്യാം. നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ റിയലാന്ന് പറയില്ലേ, അത് ആക്ച്വലി ട്രൂ തന്നെയാണ്. ലൈക്ക് നമ്മളത് ഫുൾ ഫ്ലജ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. സ്മാർട്ട് വർക്ക് ഓഫ് കോഴ്സ് അത് നമ്മൾ മാറ്റി പോക്കാം. ഹാർഡ് വർക്ക് എന്തായാലും ചെയ്യണം. ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ, ഇപ്പൊ ഞാനൊക്കെ എന്തായാലും പല പ്രോഗ്രാംസ്, ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഇപ്പോൾ ട്രിപ്പിന് പോകുമ്പോൾ ഞാനിപ്പോൾ അതിന് പോകില്ല. ഞാൻ സ്റ്റാർട്ടപ്പ് മിഷനിൽ പോയിട്ട് അവിടെ പിച്ചിങ് ചെയ്യും, ലൈക്ക് ഫണ്ടിന് വേണ്ടിയിട്ട്. സോ അങ്ങനെ കുറെ നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ലൈക്ക് അത് നടക്കുക. ലൈക്ക് നമുക്ക് എപ്പോഴും എല്ലാം റെഡി ആയി വരണമെന്നില്ല. ഫണ്ടായാലും നമ്മളെ കയ്യിൽ ഫണ്ട് ഇല്ലാത്ത സിറ്റുവേഷൻ വരും. അങ്ങനെ സിറ്റുവേഷൻ ഒക്കെ ഞാനും ലൈക്ക് പോയിട്ടുണ്ട്. ലൈക്ക് പക്ഷേ അതൊക്കെ ഒരു ഫേസ് ആണ്. നമ്മളത് പുഷ് ചെയ്താലോ നമുക്ക് അതിൽ നിൽക്കണം. അതൊക്കെ എന്താ പറയാ, ലൈക്ക് ആസ് എ ഒരു ഓണ്ടർപ്രണർ നമ്മൾ ആക്ച്വലി ഇവോൾവ് ആവുന്ന ഫേസ് ആണ് അതൊക്കെ. അപ്പൊ അതൊരിക്കലും മിസ്സാവരുത്. അത് മിസ്സാവാതെ ലൈക്ക് എല്ലാം കയ്യിലുണ്ടെങ്കിൽ അതിന് രസമില്ല. എന്നല്ല, അതൊരു ഫുൾ ആവില്ല, ആ സർക്കിൾ ഫുൾ ആവില്ല. നമ്മളത് വർക്ക് ചെയ്ത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കൊക്കോബോട്ട് എക്സ്ട്രീം ഫെയിലസ് ആയിരുന്നു. ഞാനത് നിർത്തിപ്പോയാലെന്ന് വരെ ആലോചിച്ച മൊമെന്റ്സ് ഉണ്ട്. കാരണം ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. ഫ്രം സ്ക്രാച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എവരി മെക്കാനിസം, എവരി സിംഗിൾ ഡിസൈൻസ്, ഒരു നെറ്റിന്റെ ഹോൾസ് വരെ നമ്മൾ ചിന്തിച്ച് ഡിസൈൻ ചെയ്യണം. ലൈക്ക് അപ്പം അത്രയ്ക്കും ലൈക്ക് ഉണ്ടാവും. അപ്പം ലൈക്ക് നിങ്ങൾക്കൊരു കാര്യം, ഇപ്പോൾ സ്റ്റുഡൻസ് ആയാലും ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള ആരായാലും ഒരു ഐഡിയ ലൈക്ക് നിങ്ങൾക്ക് ചെയ്യണം. നിങ്ങൾക്കൊരു അത്രയ്ക്കും പാഷൻ ഉണ്ട്. പാഷൻ മാത്രം പോരാ, ലൈക്ക് ആ പാഷനെ നിങ്ങളൊരു മണി മേക്കിംഗ് ബിസിനസ് മോഡലായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നാലും നിങ്ങൾക്കത് സക്സസ് ആവുള്ളൂ. പിന്നെ ഞാൻ സക്സസ് ആയെന്നല്ല, ലൈക്ക് ടുവേർഡ്സ് ദാറ്റ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം പാഷനും സ്കില്ലും ടാലന്റും മാത്രം പോരാ, നമ്മൾ അതിനൊരു മണി മേക്കിംഗ് ബിസിനസ് മോഡലായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നാലും അത് സൊസൈറ്റി അത് ഏറ്റെടുക്കുള്ളൂ. ഇപ്പം മണി ഈസ് എന്താ പറയാ, പൈസ എന്തായാലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഘടകമാണ്. എന്നോട് ചോദിക്കാൻ ഞാൻ പറയും ലൈക്ക് മേ ബി ലൈക്ക് 1 or 2, ടോപ്പ് 1 or 2 എന്തായാലും ഇമ്പോർട്ടൻസ് ക്യാഷ് മണിക്ക് തന്നെയാണ്. അപ്പോൾ അതെപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യണം, വർക്ക് ചെയ്യുക. ലൈക്ക് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ലൈക്ക് ഫുൾ ഇതാണ് 24/7 എന്റർടൈൻമെന്റ്സ് ഉണ്ട്. ലൈക്ക് അത് നമ്മൾ മാറ്റി വെക്കൂല. ലൈക്ക് അതിനെന്തായാലും നമ്മൾ ഫോക്കസ് കൊടുക്കണം. പക്ഷേ ലൈക്ക് വർക്ക് ടുവേർഡ്സ് യുവർ പാഷൻ, ട്രൂ ആയിട്ട് വർക്ക് ചെയ്യാം. നല്ല നല്ല ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാം, പല പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കുക, നെറ്റ്വർക്കിംഗ്. എൻ്റെ ഒരു ഇത് പറയുന്നത് നെറ്റ്വർക്കിംഗ് ലൈക്ക് ഞാൻ പോലും വിചാരിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ അത് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അനൂപ് സാർ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO. ഞാൻ പരിചയപ്പെടുന്നത്, ഞാൻ വലിയ ഫാനായിരുന്നു. ലൈക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചെയർമാനായ സമയത്ത് കോളേജിലേക്ക് വിളിച്ചാലോ ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് പറ്റിയില്ല. പക്ഷെ ഞാനൊരു മൊമെന്റിൽ NIT കാലിക്കറ്റ് വെച്ചിട്ട് ഒരു പ്രോഗ്രാമിൽ ആളുള്ള സ്റ്റേജിൽ നിന്ന് എനിക്കൊരു അവാർഡ് കിട്ടി. അപ്പം അന്നാണ് ഞാൻ ആക്ച്വലി ആളെ കാണുന്നതും ഞാൻ കൈ കൊടുക്കുന്നതും ഞാൻ പരിചയപ്പെടുന്നതും. അതൊക്കെ വലിയ മൊമെന്റ് ആയിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ലൈക്ക് അറിഞ്ഞോ അറിയാതെയോ ലൈക്ക് എവിടേക്കോ ലൈക്ക് അനൂപ് സാറിന്റെ ഒരു ഫസ്റ്റ് പോസ്റ്റ് ഉണ്ട് ഫേസ്ബുക്കിൽ, ഞാനത് കണ്ടിട്ടില്ല. ആ സമയത്ത് കണ്ടില്ല, പോസ്റ്റ് സമയത്ത് ഞാൻ കണ്ടില്ല. തൊട്ടടുത്ത ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് എനിക്ക് കോള് വന്നു. ലൈക്ക് കൊക്കബോട്ട് ഉണ്ടാക്കിയ നിങ്ങളല്ലേ. കോള് കഴിഞ്ഞ് വെക്കാൻ പോകുമ്പോഴാണ് ഇന്ത്യൻ എക്സ്പ്രസ് ടീം പറയുന്നത് അനൂപ് സാർ അത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അറിയുന്നത്. ലൈക്ക് അങ്ങനെയാണ് ലൈക്ക് കൊക്കോബോട്ട് ലൈക്ക് തുടങ്ങുന്നത്. ലൈക്ക് ഒരു പബ്ലിക് ലെവലിലേക്ക് അത് എത്തുന്നത് അനൂപ് സാറിന്റെ പോസ്റ്റിലാണ്. അത് ഇന്ത്യൻ എക്സ്പ്രസ് കണ്ടിട്ടാണ് IIT മന്തി എന്നെ കോൺടാക്ട് ചെയ്യുന്നതും ഈ സ്റ്റാർട്ടപ്പിന്റെ സീഡ് ഫണ്ട് നമുക്ക് സെലക്ഷൻ കിട്ടുന്നതും. സോ ഇതെല്ലാം കണക്റ്റഡ് ആണ്. നമ്മൾ എല്ലാം റെഡി ആവുമെന്ന് വെച്ച് നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ലൈക്ക് ഈ ഇതിലേക്ക് പോവില്ല. നമ്മളത് എന്താ പറയാ, ഇറങ്ങി നടക്കണം നമ്മൾ അതിന് വേണ്ടിയിട്ട്. എന്തെങ്കിലും ശീലങ്ങൾ അല്ലെങ്കിൽ ഡെയിലി ഹാബിറ്റ്സ്, റൂട്ടീൻസ് ഉണ്ടോ? നല്ല ശീലങ്ങളോ നല്ല റൂട്ടീൻസ് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള? ഇല്ല, ഞാൻ ആക്ച്വലി അത്രയ്ക്ക് ലൈക്ക് ഇപ്പം അത്രയ്ക്ക് ഇവോൾവ് ആയിട്ടില്ല ആക്ച്വലി സ്പീക്കിംഗ്. ഞാൻ ജസ്റ്റ് നോർമൽ ആയിട്ട് തന്നെ നമ്മളെല്ലാവരും രാവിലെ എണീക്കും. പിന്നെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് കഴിഞ്ഞ ഒരു 2 കൊല്ലമായിട്ട് ഫുൾ സ്റ്റാർട്ടപ്പിൽ തന്നെയാണ്. എൻ്റെ ലൈക്ക് എവറി സെക്കൻഡ് ഞാൻ ചിന്തിക്കുന്നതാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ബാക്കിയുള്ള നോർമൽ ലൈക്ക് ഇപ്പം ഫ്രണ്ട്സ് ആയിട്ടുള്ള ചില്ലിങ് ആയാലും എന്റർടൈൻമെന്റ്സ് ആയാലും അതൊക്കെ വേണം. അതോടൊപ്പം തന്നെ ഇതും ഞാൻ അല്ലാതെ സ്പെസിഫിക് ആയിട്ട് ഒരു ഹോബി ഒന്നുമില്ല. പിന്നെ ഞാൻ എല്ലാ ഫൗണ്ടേഴ്സും എപ്പോഴും കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് നമ്മൾ എപ്പോഴും ഫുൾ എൻഗേജ് ചെയ്യുന്നത് കാര്യമില്ല. ലൈക്ക് കുറച്ച് സമയമെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. നമുക്ക് ചിന്തിക്കാനും നമ്മളെ സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാതെ ഒരിക്കലും വരില്ല. അതൊക്കെ ഉള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, പല പ്രാവശ്യം നമ്മൾ നിർത്തിപ്പോയാലോ എന്താണ് പരാജയത്തിന്റെ വക്ക്, ഈ സെൽഫ് ഡൗട്ട് എന്നൊക്കെ പറയില്ലേ, അതിനെ എങ്ങനെ അതിജീവിക്കുന്നു? അല്ലെങ്കിൽ ആ മനക്കരുത്ത് എങ്ങനെ ഉണ്ടാക്കുന്നു? അതിനെനിക്ക് തോന്നുന്നു 2 ഉത്തരം ഉണ്ടാവും. ഒന്നാമത്തെ ഉത്തരം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടങ്ങുന്നത് ചെറുപ്പം മുതലാണ്. 6ാം ക്ലാസ് മുതലാണ് ഞാൻ തുടങ്ങുന്നത്.
അന്ന് മുതൽ എല്ലാ പ്രൊജക്ട്സും ഞാൻ ആക്ച്വലി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ലൈക്ക് ആ ട്രീ ഷിഫ്റ്റിംഗ് റോബോട്ട് ആയാലും അതൊരു വലിയ റിസ്ക് ആണ് എടുത്തത്, ഞാൻ പോലും അറിയാതെ. അപ്പൊ ഇതുപോലെ പല പ്രൊജക്ട്സും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് ആ സമയത്തൊക്കെ ഈ സാധനം ഫേസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നിർത്തിയിട്ട് പോകണം, ലൈക്ക് എക്സ്ട്രീം റിസ്ക് ആണ് ആ സമയത്ത് എടുത്തത്. ഇപ്പൊ ഇലക്ട്രിക് ബൈക്ക് ആയാലും ഞാൻ വീട്ടിൽ നിന്ന് പൈസ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഫെയിലർ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ലൈക്ക് കുറ്റബോധം എനിക്ക് ഉണ്ടാവുക. അപ്പം അതിലൂടെയൊക്കെ ഞാൻ ആ സമയത്ത് തന്നെ പോയിട്ടുണ്ട്. അപ്പം മേ ബി ലൈക്ക് അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും ഇപ്പോഴും ലൈക്ക് എനിക്ക് അത് ഓക്കെ, ലൈക്ക് ഫെയിലർ ആയാലും ഒരു പോയിന്റിൽ അത് സക്സസ് ആവുന്നുള്ള, ലൈക്ക് ഒരു 9 അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 9 ഫെയിലർ ആയിരിക്കും, പക്ഷേ 10ാമതായിരിക്കും സക്സസ് ആവുക. ആ കോൺസെപ്റ്റ് മേ ബി ലൈക്ക് ചെറുപ്പം മുതലേ അതുകൊണ്ടുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും. സെക്കൻഡ്ലി, ഇപ്പൊ കൊക്കബോണിന്റെ കേസ് പറയുകയാണെങ്കിൽ, മോർ ദാൻ മീ, ഐ വുഡ് സേ ലൈക്ക് ആ വിഷൻ ആണ് എന്നെ പുഷ് ചെയ്യുന്നത്. ഞാൻ അന്ന് പറഞ്ഞല്ലോ, ലൈക്ക് 2020 കുളിക്കുമ്പോൾ കണ്ട ആ വിഷൻ ആണ് ആക്ച്വലി അത്രയും പവർഫുൾ ആയിരുന്നത്. ആ ഒബ്സഷൻ കിട്ടുക എന്ന് പറഞ്ഞാണ് എനിക്ക് ലൈക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. ലൈക്ക് ചില പ്രൊഡക്ട്സിനോട് മാത്രമാണ് എനിക്ക് ആ ഒബ്സഷൻ കിട്ടുക. ഇപ്പം +2 പഠിക്കുമ്പം എനിക്ക് എയർ കണ്ടീഷണേഴ്സിനോടായിരുന്നു. അപ്പൊ അത് ഞാൻ എങ്ങനെ ഇന്നോവേറ്റ് ചെയ്ത് ബെറ്റർ ആക്കാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞപ്പം ഇത് കൊക്കോബോട്ട് വന്നു. ലൈക്ക് കൊക്കോബോട്ട് വന്ന പോലെ ഒരു ഐഡിയ എന്റെ ലൈഫിൽ ഇതുവരെ വന്നില്ല. ലൈക്ക് അങ്ങനത്തെ ഒരു വിഷനാണ് വന്നത്. അതാണ് ആക്ച്വലി എന്നെ പുഷ് ചെയ്യുന്നത്. നമ്മളെക്കാട്ടും വലിയ ഒരു വിഷനും അതെ, ഒരു മിഷനും വേണം. യെസ് യെസ് യെസ്, ഷുവർ ആയിട്ടും അത് തന്നെയാണ്. പിന്നെ പെർപ്പസ് ഡ്രിവൺ ആണ് മെയിൻലി. അത് നമ്മൾ ചുമ്മാ ലൈക്ക് എന്തോ ഒന്ന് ഉണ്ടാക്കാന്നുള്ള ഇതിലല്ല. ഇത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് പോസിബിൾ ആണ്, ലൈക്ക് നമ്മൾ എവിടേക്കോ എത്തി. അതൊക്കെയാണ് പുഷ് ചെയ്യുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ലൈക്ക് തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ പല ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മള് കേരളത്തിൽ തന്നെ മോസ്റ്റ് എന്താ പറയുക പോപ്പുലർ ഏജൻസീസ് ഒക്കെ പിച്ച് ചെയ്യുമ്പോൾ അവിടുത്തെ ജഡ്ജസിനോട് പറഞ്ഞിട്ടുണ്ട് തുടങ്ങിയ സമയത്ത്, ലൈക്ക് ഇത് വർക്കാവില്ല, അത് ഫെയിലർ ആവും. ഞാൻ ഇതുപോലെ 10-12 കണ്ടതാണ്. ഇറ്റ് വോണ്ട് വർക്ക്, നീ നിർത്തി വല്ല പണിക്ക് പോയിരിക്കോ, ശനി ഞായറാഴ്ചയും കുത്തിരുന്ന് ലൈക്ക് വർക്ക് എടുത്തോ, അല്ലെ ഫാബ്രിക്കേഷൻ ടീംസിന് കൊടുത്തോ എന്നോട് പറഞ്ഞു. ലൈക്ക് തുടങ്ങിയ സമയത്ത് ആ മൂമെന്റ് ഒക്കെ ലൈക്ക് ഭയങ്കര ഹേർട്ട് ആയിട്ടുണ്ട് അതൊക്കെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ. പക്ഷെ അതൊക്കെ ലൈക്ക് മറികടക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ആ വിഷനാണ് പുഷ് ചെയ്യുന്നത്. കോഴ്സ് ആ വിഷൻ. സോ കേരളത്തില് അല്ലെങ്കിൽ കേരളത്തിന് പുറമെ മാതൃകാ പുരുഷന്മാരാൽ മാതൃകാ വ്യക്തികൾ, റോൾ മോഡൽസ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇലോൺ മസ്ക് കണ്ടും മുട്ടി വരാൻ. ലൈക്ക് ഇലോൺ മസ്കിന്റെ ഒരു ലൈക്ക് എന്താ പറയാ ആ മൈൻഡ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. സ്പേസ് എക്സ് ആയാലും ആ റിസ്ക് എടുക്കുന്നുണ്ടല്ലോ, ലൈക്ക് ഫുൾ ഇമാജിനേഷനിൽ ഫോക്കസ് ചെയ്തിട്ട്. ഇപ്പം കൊക്കബോർഡിന്റെ കേസ് പറയുകയാണെങ്കിലും ഞാൻ ഒരിക്കലും ഒരു ഭയങ്കര സയന്റിഫിക് ആയിട്ട് പോകുന്ന ആളല്ല. ഫോർമുലാസ്, ഫിസിക്സ് ബുക്സ് അതിൽ ബേസ്ഡ് അല്ല. ഞാൻ ഫുൾ ഫോക്കസ് കൊടുക്കുന്നത് എന്റെ ഇമാജിനേഷനാണ്. ഞാൻ മനസ്സിലൊരു സാധനം കാണും, അത് മാക്സിമം പുഷ് ചെയ്ത് കാണും, ഫ്യൂച്ചറിസ്റ്റിക് ആയി കാണും. അത് എന്നിട്ട് എങ്ങനെ നമുക്ക് റിയൽ വേൾഡിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അതെങ്ങനെ പോസിബിൾ ആക്കാൻ പറ്റും. അങ്ങനെയാണ് കൊക്കബോട്ട് ഡെവലപ്പ് ആയത്. എനിക്കെപ്പോഴും ലൈക്ക് ഇലോൺ മസ്ക് സീരിയസ്ലി ലൈക്ക് ഒരു വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ആളെ ഓരോ പ്രൊജക്ട്സും, സ്പേസ് എക്സ് ആയാലും ടെസ്ല ബോട്ട്, ഹ്യൂമൻ റോബോട്ട്സ്, സ്റ്റാർലിങ്ക്, സ്പേസ് റിലേറ്റഡ് മിഷൻസ്, അതൊക്കെ ഭയങ്കര ഹൈലി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 2019 സ്പേസ് എക്സ് ഒരു ആനിമേഷൻ വീഡിയോ റിലീസ് ചെയ്തു. സ്റ്റാർഷിപ്പ് എങ്ങനെയാണ് 5 കൊല്ലം കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ അന്ന് അത് കണ്ട് ലൈക്ക് ഐ വാസ് ലൈക്ക് വാവ്, സീരിയസ്ലി ലൈക്ക് മൈൻഡ് ബ്ലോൺ. അറ്റ് ദ സെയിം ടൈം ലൈക്ക് ഐ വാസ് ലൈക്ക് എങ്ങനെയായിരിക്കും ഇവരിത് പുഷ് ചെയ്യാൻ പോകുന്നത്. ഒരു 20-22 നില കെട്ടിടത്തിനായിട്ടുള്ള ഒരു റോക്കറ്റിനെ സ്പേസ് വരെ കൊണ്ടുപോയി അത് ഫുൾ ഷട്ട് ഡൗൺ ചെയ്തിട്ട് തിരിച്ച് ലാൻഡിങ്ങിൽ എത്തുന്നതിന് 1 കിലോമീറ്റർ മുന്നേ വിങ്സ് ഉപയോഗിച്ച് ഫ്ലിപ്പ് ചെയ്ത് എങ്ങനെ ലാൻഡ് ചെയ്യിക്കും എന്നുള്ളത്. ലൈക്ക് ഐ വാസ് സോ ക്യൂരിയസ്. പക്ഷെ അത് അവർ പ്രൂവ് ചെയ്തു. ലൈക്ക് അത് ഒരു അൾട്ടിമേറ്റ് ഇൻസ്പിറേഷൻ തന്നെയാണ്. ലൈക്ക് ഇന്നത്തെ കാലഘട്ടം എനിക്ക് തോന്നുന്നില്ല ലൈക്ക് അവർ ചെയ്യുന്നത് പോലെ ചെയ്യുന്ന വേറെ ഏത് ഏജൻസി ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. യെസ് യെസ്. ഇപ്പൊ അശ്വിന് എത്ര, 25 വയസ്സോ 24 വയസ്സോ? ഇപ്പൊ 24 വയസ്സ്. 24 വയസ്സ്. 14 വയസ്സ് ഉള്ള അശ്വിനോട് ഒരു ഉപദേശം പറയണമെങ്കിൽ 14 വയസ്സുള്ള അശ്വിനോട് എന്ത് ഉപദേശമായിരിക്കും പറയുക? സീരിയസ്ലി സ്പീക്കിംഗ്, എന്താ പറയാ, നമുക്ക് ആ ലക്ഷ്യം ഉണ്ട്, ആ ലക്ഷ്യത്തിന് വെച്ചിട്ട് നമ്മൾ ഗോൾ ഉണ്ടായ ഗോൾ ഫോക്കസ് ചെയ്ത് പോവാന്നുള്ളത് തന്നെയാണ്. എന്റെ ലൈഫിലെ ബിഗിനിങ് തൊട്ട് ഈ മൂമെന്റ് വരെ ലൈക്ക് എവറിത്തിങ് ഇസ് കണക്റ്റഡ്. ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് ഓരോ ആൾക്കാരെ പരിചയപ്പെടുന്നതായാലും എവറിത്തിങ് ഇസ് കണക്റ്റഡ്. എവരി പ്രൊജക്ട്സ്, എവരി സിംഗിൾ അപ്പ് ആൻഡ് ഡൗൺസ്, എവറിത്തിങ് ഇസ് കണക്റ്റഡ്. സോ ലൈക്ക് ഇപ്പോഴും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ചെയിനിൽ തന്നെയാണ്. ലൈക്ക് അത് വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അങ്ങോട്ട് പോയിട്ടോ അവിടെ തിരിച്ച് ഞാൻ ഇങ്ങോട്ട് തന്നെ നിന്നിട്ടുണ്ട്. അപ്പം ലൈക്ക് ഈ ഡയറക്ഷൻ തന്നെ പോകാൻ തന്നെയാണ് ഞാൻ. ഇപ്പൊ ഐ മീറ്റ് ഹിം, ഐ വിൽ സേ. ആൾട്രസേജിന്റെ ഭാവി പദ്ധതികളെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ഇനി അശ്വിന്റെ ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ റീസെന്റ് എന്റെ ടെഡെക്സ് സ്പീക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എനിക്ക് ആക്ച്വലി ഇന്നോവേഷൻ ആണ് എന്റെ, ടെക്കാണ് എന്റെ മെയിൻ
ഫീൽഡ്. ഓഫ് കോഴ്സ് ഒരു ടെക് ഓണ്ടർപ്രണർ ആവാനാണ് എൻ്റെ ഒരു മെയിൻ. ഒരിക്കലും ഇന്നോവേറ്റർ ആയിട്ട് നിൽക്കാൻ എനിക്കൊരു താല്പര്യമില്ല. ആസ് എ ഓണ്ടർപ്രണർ, ആസ് എ ടെക് ഓണ്ടർപ്രണർ ആയിട്ട് തന്നെ പോകാനാണ്. ഡിഫൻസിലായാലും നമ്മളെ ഹെൽത്ത് സെക്ടർ ആയാലും ഓഫ് കോഴ്സ് സ്പേസ് എന്തായാലും എനിക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു അറ്റംപ്റ്റ്, അത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് അതിൽ. അതൊക്കെ ചെയ്യണമെങ്കിൽ കൊക്കബോട്ട് സക്സസ് ആവണം. ഇത് ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കേരളത്തിനെ കുറിച്ച് അശ്വിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? കേരളം എങ്ങനെയുള്ള ഒരു കേരളമായിരിക്കണം? കേരളം അടിപൊളിയാണ്. ഇപ്പം തന്നെ ലൈക്ക് ഈ പോക്ക് പോവുകയാണെങ്കിൽ എന്തായാലും കേരളം സ്റ്റാർട്ടപ്സിന്റെ ആയാലും ഓഫ് കോഴ്സ് ടാലൻസിന്റെ ലൈക്ക് ഇവിടെ സ്റ്റുഡൻസ് ലെവലിൽ തൊട്ട് തന്നെ ലൈക്ക് ഇപ്പൊ എന്റെ ടീമുള്ള ആൾക്കാർ തന്നെ, ഞാൻ അവർ കോളേജ് പഠിക്കുന്ന സമയത്ത്, ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ പരിചയപ്പെട്ട ആൾക്കാരൊക്കെയാണ്. അപ്പം അവർ ഈ പോക്ക് തന്നെ പോവുകയാണെങ്കിൽ ലൈക്ക് ഭീകര ഔട്ട്പുട്ട് ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. സ്റ്റാർട്ടപ്പിലായാലും ഇപ്പൊ എന്റെ കൂടെ പഠിച്ച എന്റെ ഫ്രണ്ട്സ് തന്നെ സ്റ്റാർട്ടപ്പ് സെക്ടേഴ്സിലേക്കാണ് ഇപ്പൊ മൂവ് ചെയ്യുന്നത്. ഞാൻ തുടങ്ങുന്ന സമയത്ത് എന്റെ ടീച്ചേഴ്സൊക്കെ ലൈക്ക് സ്റ്റാർട്ടപ്സ് വേണോ, ലൈക്ക് ഞാൻ പറയുന്നത് 2 കൊല്ലം മുന്നേ 2023, ആ സമയത്തൊക്കെ ലൈക്ക് ടീച്ചേഴ്സൊക്കെ എന്നോട് ലൈക്ക് സ്റ്റാർട്ടപ്സ് വേണോ, റിസ്ക് അല്ലേ എന്നൊക്കെ ചോദിച്ച സമയത്ത് അവരിപ്പം ലൈക്ക് എന്നെ വിളിച്ച് പറയും ലൈക്ക് അശ്വിൻ എനിക്ക് കുറച്ച് അഡ്വൈസ് വേണം, എന്തൊക്കെയാണ് സ്റ്റാർട്ടപ്സിന് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കേണ്ടതെന്നുള്ളത്. സോ ലൈക്ക് ആ ചേഞ്ച്, ആ ഷിഫ്റ്റ് ഭയങ്കര ബിഗറാണ്. വിത്തിൻ 2 years ഇവിടെ IEDC ആയാലും അത് ഒരു എല്ലാ കോളേജിലുള്ള ഒരു സംഭവമാണ്. സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു സപ്പോർട്ട് പറയാൻ നടക്കുന്ന ഒരു കാര്യമാണ് IEDC സബ്മിറ്റ് ആയാലും അതൊക്കെ. അപ്പൊ അതൊക്കെ ലൈക്ക് വലിയ രീതിയിൽ സ്റ്റുഡൻസിനെ ഒരു ഗ്ലോബൽ എക്സ്പോഷർ ആയാലും ഇവിടെ നടത്തുന്ന പല പ്രോഗ്രാംസ് ഇതൊക്കെ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഷുവർ ആയിട്ടും. ഇത്രയും നേരം ഡ്രീം മലയാളം പോഡ്കാസ്റ്റിന് വേണ്ടി സമയം ചെലവഴിച്ചതിന് വളരെ വളരെ നന്ദി. അശ്വിന്റെ എല്ലാ സ്വപ്നങ്ങളും നിറവേറട്ടെ. അതുമാത്രമല്ല ആൾട്ടർ സ്റ്റേജ് ഇതിനെക്കാട്ടും ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ജിമ്മി, ആൻഡ് സെയിം ടു യു. ലൈക്ക് ഡ്രീം മലയാളവും നല്ല രീതിയിൽ തന്നെ യൂട്യൂബിലും പോഡ്കാസ്റ്റും എല്ലാ രീതിയിലും അടിപൊളിയായിട്ട് എന്നെ പോലത്തെ ആൾക്കാരല്ല, എന്നെക്കാട്ടും എത്രയോ അടിപൊളി ആൾക്കാരൊക്കെ ഇതിൽ വരട്ടെ. എല്ലാവിധ ആശംസകളും നിങ്ങൾക്കും നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലൈക്ക് റീച്ചിങ് ഔട്ട് ഫോർ മീ ആൻഡ് ലൈക്ക് കണക്ടിങ് മീ. അശ്വിനുമായി സംസാരിച്ചതിന് ശേഷം കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ശുഭാപ്തി വിശ്വാസം തന്നെയാണ് തോന്നുന്നത്. ഒരു പ്രശ്നം കണ്ടാൽ പരാതി പറയാതെ അത് സ്വയം പരിഹരിക്കാൻ കഴിയുന്ന ധൈര്യമുള്ള മനസ്സുകൾ കേരളത്തിൽ ഉണ്ട് എന്ന് കാണിച്ചു തരുന്നു അശ്വിൻ പി കൃഷ്ണ. വലിയ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലും നടത്താമെന്ന് അശ്വിൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ സംഭാഷണത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരു നല്ല നാളേക്കായി സ്വപ്നം കാണാം, അതിനുവേണ്ടി പരിശ്രമിക്കാം. നന്ദി.